2025. അപ്പോൾ 2025 സ്വാഭാവികമായിട്ടും 9 അത് 8ന്റെ വർഷം എന്ന് പറയുമ്പോൾ 9ന്റെ വർഷമാണ്. സോ ചൊവ്വ 2025 എന്നുള്ളത് കൂട്ടി 9 ആക്കി. ആ 9 ഒരു സിംഗിൾ ഡിജിറ്റ് 9 ആവുമ്പോൾ അതിനെ പ്രതിനിധീകരിക്കുന്ന ഒരു ഗ്രഹമുണ്ട്. ആ ഗ്രഹം ചൊവ്വ. അപ്പോൾ 2025 ലീഡ് ചെയ്യാൻ പോകുന്നത് ചൊവ്വ എന്നുള്ള ഗ്രഹമാണ്. അപ്പോൾ ചൊവ്വ ഗ്രഹവുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾക്ക് 3 തരം എനർജികൾക്ക് കൂടുതൽ സ്വാധീനം കൂടും. ഒന്ന് പരാശക്തി, അമ്മ, മായ, ദേവി, ഇങ്ങനെയുള്ള എനർജികൾക്ക് സ്വാഭാവികമായിട്ടും 2025 കുറച്ച് കൂടുതൽ എനർജി. അതിപ്പോൾ ക്രിസ്ത്യൻസ് ബേസ് ആണെങ്കിൽ മദർ മേരി, മനസ്സിലായില്ലേ? അപ്പോൾ ഫീമെയിൽ എനർജി പരാശക്തി. ഈ 2025 കുറച്ച് കൂടുതൽ സാധ്യത, അത്തരം എനർജിക്ക് കുറച്ച് കൂടുതൽ സാധ്യത. ഓഫ്കോഴ്സ് വിനായക, ചതുർ വിനായക. പിന്നെ ഏറ്റവും ഉപരിയായി ചൊവ്വയുടെ നായകൻ സാക്ഷാൽ മുരുകനാണ്. അപ്പോൾ ചൊവ്വയുടെ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ചൊവ്വ എന്നുള്ള ഗ്രഹത്തിന്റെ അധീനത അല്ലെങ്കിൽ അതിൽ നിന്ന് പുറപ്പെടുന്ന എനർജി, അത് ഭക്തി മാർഗത്തിലൂടെ നമ്മൾ സൃഷ്ടിക്കുമ്പോൾ മുരുക ഭക്തി കൂടുവാൻ ഏറ്റവും ചാൻസ് ഉള്ള ഒരു വർഷമാണ് ഈ 2025. ഈ 2025 ഏറ്റവും കൂടുതൽ എനർജി ബേസിൽ, ഭക്തി മാർഗത്തിൽ ഏറ്റവും കൂടുതൽ എനർജി ബേസിൽ കൂടുതൽ റിസൾട്ട് എടുക്കാൻ സാധിക്കുക മുരുക ഭക്തിയിലൂടെയാണ്.